ഹായ്. മെഴുകുതിരിയിൽ ഒഴുകിത്തീരുന്ന മെഴുകാണ് ഉമ്മ എന്ന് വാചാലരാരംഭം. അതിനുള്ളിൽ കത്തിത്തീരുന്ന തിരിയാണ് ഉപ്പ എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാമുകളോടുള്ളൊരു ജീവിതമായിരുന്നു. എത്ര സമയം കിട്ടിയാലും എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുക എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ്. അങ്ങനെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പുസ്തകങ്ങളിങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി 12:30 മണിയായിട്ടുണ്ട്. വീട്ടിലെല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്. വളരെ തണുപ്പുള്ള രാത്രി, നല്ല ഉറക്കം വരുന്നൊരു സമയം. ആ സമയത്താണ് റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് ഉപ്പ് വരുന്നത്. ഉപ്പ് വന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. സമയം 12:30. പെട്ടെന്ന് ഉപ്പൊന്ന് ഫ്രഷായിട്ട് ജോലിക്ക് പോവാം. ആ സമയത്താണ് ഉപ്പ് ജോലിക്ക് പോകാറുള്ളത്. നല്ല തണുപ്പുള്ള രാത്രി, ഏറ്റവും നല്ല ഉറക്കം വരുന്ന സമയം രാത്രി 12:30-യുടെയും 1 മണിയുടെയും ഇടയിൽ. ആ സമയത്താണ് എൻ്റെ ഉപ്പ ജോലിക്ക് പോകാറുള്ളത്. കേട്ടിട്ടുണ്ട് ഉപ്പ ആ സമയത്ത് ജോലിക്ക് പോകാറുണ്ട് എന്ന്. പക്ഷേ പലപ്പോഴും കിടന്നുറങ്ങുമ്പോൾ നമ്മളതൊന്നും കാണാറില്ല. പക്ഷെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉപ്പ ജോലിക്ക് പോകുന്നത് കാണുന്നത്. ഞാനൊന്ന് ആലോചിച്ച് നോക്കി. നല്ല തണുപ്പുള്ള സമയം, നല്ല ഉറക്കം വരുന്ന സമയം. ആ സമയത്ത് എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ട് രാത്രിയെ പകലുകളാക്കിയിട്ട് തണുപ്പിനെ ചൂടാക്കി മാറ്റി ജോലിക്ക് പോവാം. ഉപ്പ യാത്ര പറഞ്ഞയച്ചു. ഞാൻ പുസ്തകമൊക്കെ പോസ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. പക്ഷെ ഇതെന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്നും അറിയാതെ അല്ലെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് ത്യാഗങ്ങൾ നമ്മുടെ പിതാക്കന്മാർ സഹിക്കുന്നുണ്ട്. 10 മാസം ഗർഭം ചുമന്ന ഉമ്മയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വർണ്ണിക്കാറുണ്ട്. പക്ഷേ ജനിച്ച അന്ന് മുതൽ മരണം വരെ നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഉപ്പയെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ നമ്മൾ വർണ്ണിക്കാറില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് ഉപ്പയോട് ചൂടാകുന്ന, ശാഠ്യം പിടിക്കുന്ന നമ്മൾ, ആ ഉപ്പ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ത്യാഗങ്ങൾ എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. ഉമ്മ ഒരു അത്ഭുതമാണ്. ഉപ്പ അത് വർണ്ണനീയമാണ്. അവരുടെ പുഞ്ചിരി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അവരുടെ പുഞ്ചിരിക്ക് നമ്മളാണ് കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ സന്തോഷം ഇരട്ടിയാകും.